ഇനി കൊച്ചിയിലേക്ക് വന്നാൽ നൂറുകണക്കിന് പേരാണ് ഓരോ ആഴ്ചകളിലും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടിയിലാകുന്നത്. രാത്രികാലങ്ങളിൽ ഒരു കൂസലുമില്ലാതെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം ഏറുമ്പോൾ അവിടെ പതിയിരിക്കുന്നത് വൻ അപകടങ്ങളുമാണ്. അടുത്തിടെ മദ്യപിച്ച് കാർ ഓടിച്ച് 6 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചയാളെ ഏറെ പണിപ്പെട്ട പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത്. കൊച്ചിയിൽ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രി കഴിഞ്ഞ് തേവരയ്ക്കുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാറുകളിലാണ് ഇത്തരത്തിൽ വന്ന് ഇടിച്ചത്. ആഡംബര കാറിൽ മദ്യലഹരിയിലാണ് ഈ നിജീഷ് വാഹനം ഓടിച്ചതായി വ്യക്തമായിട്ടുള്ളത്. കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബറിൽ അർദ്ധരാത്രി അപകടമുണ്ടായ രവിപുരത്തെ അതേ സ്ഥലത്താണ് കൊട്ടാരക്കര സ്വദേശി നിജീഷ് നജീബാണ് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ ആഡംബര കാറിൽ പാഞ്ഞെത്തിയത്. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന 6ഓളം വാഹനങ്ങളിലാണ് ഇടിച്ചു കയറിയത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ നിജീഷിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്നാണ് പിടികൂടിയത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ 1 വർഷം മുൻപ് മുളന്തുരുത്തിയിൽ ഉണ്ടായതാണ്. മദ്യലഹരിയിൽ അമിത വേഗത്തിൽ ഒരു മതിലിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയാണ് ചെയ്തത്. വാഹനം ഓടിച്ചിരുന്ന തമ്പി എന്നയാൾക്ക് ഗുരുതര പരിക്കേറ്റു. പോലീസ് അന്ന് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് തലനാരിഴക്കാണ് പലരും രക്ഷപ്പെട്ടത്. പല അപകടങ്ങളിലും ഒന്നുമറിയാത്ത വഴിയാത്രക്കാർ ഉൾപ്പെടെ ഇരകളാകുകയാണ്. ചില കേസുകളിൽ തലനാരിഴക്കാണ് പലരും രക്ഷപ്പെടുന്നത്. എല്ലാ ആഴ്ചാവസാനങ്ങളിലും രാത്രി കൊച്ചിയിൽ പോലീസ് പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷനുകൾ നടത്താറുണ്ട്. അതിൽ മദ്യപിച്ച് വാഹനമോടിച്ച് പിടിയിലാകുന്നവരുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പരിശോധന ഭയന്ന് നിയമലംഘനം കുറയുമെന്ന് കരുതിയ പോലീസിന് തെറ്റി. എണ്ണം ഏറുന്നതല്ലാതെ താഴുന്നില്ല. 180ഉം 280ഉം 260ഉം പേരൊക്കെയാണ് ഒറ്റ രാത്രി പിടിയിലാകുന്നത്. കൂട്ട അറസ്റ്റ് മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണമേറുമ്പോൾ അവിടെ പതിയിരിക്കുന്നത് നേരത്തെ കണ്ടതുപോലുള്ള വൻ അപകടങ്ങളുമാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗും മറ്റും മൂലം നിരവധി അപകടങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകാറുണ്ട്. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നത് ബോധപൂർവം വരുത്തിവെക്കുന്ന ഒരു വിനയാണ്. ഇത് നമ്മൾ അടിയന്തരമായി തടയണമെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. സർക്കാർ ഇതിനകത്ത് ശക്തമായി ഇടപെടണം. ബഹുമാനപ്പെട്ട കോടതികൾ ഇടപെടണം. പുതിയ നിയമങ്ങൾ ഉണ്ടാകണം. പ്രതികൾക്ക് കർശന ശിക്ഷ കിട്ടണം. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അപകടം ഉണ്ടാകുമെന്നും അത് കരുതിക്കുട്ടിയുള്ള നരകത്തേക്ക് തുല്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതികൾ കാണണം. അത്തരക്കാരെ കർശന ശിക്ഷയ്ക്ക് ഇടപെടുത്തേണ്ടതായിട്ടുണ്ട്. കേസുകളിലെ വർധനവ് പോലീസ് നിരീക്ഷിക്കുകയാണ്. നിലവിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് പിടിയിലാകുന്നവർക്കെതിരെയുള്ള നിയമ നടപടി എങ്ങനെയെന്നതടക്കം പോലീസ് വിശദീകരിക്കുന്നു. ഒപ്പം ഇനി എന്ത് എന്ന ചോദ്യത്തിനും മറുപടി. കേസുകൾ പിടിക്കുന്നതോടൊപ്പം വണ്ടി പിടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അവരെ ട്രാഫിക് സ്റ്റേഷനുകളിൽ വിളിപ്പിച്ചിട്ട് അവർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ ഒരു റിസീറ്റ് കൊടുക്കും. ആ റിസീറ്റ് കാണിച്ചാൽ ബാക്കി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ നടപടിയെടുക്കുന്നു. റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിൻ്റെ ലൈസൻസ് കുറച്ച് സമയത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അത് ബാക്കി നടപടികൾ എടുക്കുകയും നമുക്ക് ചെയ്യാം. സോ അങ്ങനെ ബോധവൽക്കരണ എൻഫോഴ്സ്മെൻറ്റ് 2 കൂട്ടി ചേർന്ന് പോകണം എന്നതാണ് ശരിക്കുള്ളത്. അതിനകത്ത് ഒത്തിരി ശ്രമം നടക്കുന്നുണ്ട്. റോഡിലെ ബിഹേവിയറൽ കൾച്ചർ മാറ്റാനുള്ളൊരു ആവശ്യം. ആർക്കെങ്കിലും ഇവിടെ വന്ന് മദ്യപിച്ചിട്ട് ശേഷം ഒരു ഊബറോ ഓലാനോ അല്ലെങ്കിൽ ടാക്സിയോ ഓട്ടോ എടുത്തിട്ട് അവർക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് അവർ പോകണം. ആ ഒരു പുതിയ കൾച്ചർ വരണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അവനവനെ മാത്രമല്ല കുഴപ്പത്തിലാക്കുന്നത്, കാൽനട യാത്രക്കാർക്കടക്കം അത് ഭീഷണിയാണ്. നിയമ നടപടികൾ കടുപ്പിച്ചാൽ നിയമലംഘനങ്ങൾ വലിയൊരളവോളം കുറയ്ക്കാൻ കഴിയും. ഒപ്പം പോലീസിന്റെ വാഹന പരിശോധനയടക്കം കൂട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.